ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാവുന്ന ഒരു പലഹാരം നിങ്ങൾക്ക് നോമ്പ് തുറക്കാനോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പച്ചമുളക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് സവാള നല്ലപോലെ തന്നെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് സവാളയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി മാത്രം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കനം കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ക്യാരറ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാബേജും ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് മൈദപ്പൊടി കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളും തരികളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറുക്കത്തിൽ വേണം കേട്ടോ ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കോഴിമുട്ടി നന്നായിട്ട് തന്നെ മാവിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവൊന്ന് കലക്കിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് ചേർക്കുന്നത്. ഇനിയിപ്പോൾ കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് ലൂസാവാത്ത ഈ ഒരു രീതിക്ക് വേണം ആക്കിയെടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് കിട്ടും കൂടെ വേണം കേട്ടോ മാവ്. ഇപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ടേ പാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ അങ്ങോട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല തിന്നായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുക. നല്ലപോലെ അങ്ങോട്ട് തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. പാൻ ഒരുപാട് ചൂടായി നിൽക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിം ഇട്ടിട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടൂല. പാൻ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റൗന്ന് പാന് മാറ്റിയ ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഒരു തവിയൊന്നും വേണ്ടേ വരില്ല, ഒരു 1/2 തവിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് എടുക്കുകയും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ എടുത്ത ശേഷം ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെച്ച് കൊടുക്കാതെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഗോതമ്പൊടി വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ചിലർക്ക് മൈദ ഇഷ്ടമല്ല, ഗോതമ്പൊടിയാണ് വേണ്ടതെങ്കിൽ ഗോതമ്പൊടിയും കൊണ്ട് ഇതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഒരുപാട് കുത്തി നിറച്ചിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കരുത്. അതുപോലെ തന്നെ ഇത് ചൂടാറിയ ശേഷം വേണം ഫില്ലിങ്സ് വെക്കാനായിട്ട് കേട്ടോ. ചൂടോടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടക്കുന്ന സമയത്ത് ചിലപ്പോൾ കീറി വരും. അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം വേണം ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനായിട്ടും. എന്നിട്ട് ഇത് 2 ഭാഗമായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി മടക്കി എടുത്തതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ അതിന് കുറച്ച് മാവ് ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിങ്ങനെ മടക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് വളരെ പതുക്കെ വേണം ഇത് മടക്കി എടുക്കാനും കൂടിയിട്ട്. കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതേ 2 കോഴിമുട്ട അല്ലെങ്കിൽ 1 കോഴിമുട്ട, നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് കോഴിമുട്ട എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് കോഴിമുട്ട നല്ലപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബ്രെഡ് പൊടിയും പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ മടക്കിയെടുത്ത ഓരോ റോളും ആദ്യം കോഴിമുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് പൊടിയിൽ കൊട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കോഴിമുട്ട ഇഷ്ടമല്ലാത്തവർക്ക് കോൺഫ്ലവർ പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കോൺഫ്ലവർ പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കുക. എന്നിട്ട് കോൺഫ്ലവർ പൊടിൻ്റെ വെള്ളത്തിൽ അങ്ങോട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് പൊടി കോട്ട് ചെയ്യുക. ബ്രെഡ് പൊടിക്ക് പകരം റസ്ക് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. വളരെ പതുക്കെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത്
ചുട്ടെടുക്കാം. നിങ്ങൾക്ക് എണ്ണയിൽ മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെ പൊരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ, നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോ സൈഡായിട്ട് പതുക്കെ പതുക്കെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം അങ്ങോട്ട് മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നല്ലപോലെ അങ്ങോട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നോമ്പ് തുറക്കാൻ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.